ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇതൊരു ഈദ് സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഈദിൻ്റെ അന്ന് നമ്മൾ നല്ല സൂപ്പറായിട്ടുള്ള ചിക്കൻ കറിയും അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കി തന്നായിരുന്നു. അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കേണ്ട അരിയൊക്കെ ഇവിടെ സെറ്റായി വെച്ചിട്ടുണ്ട്. പിന്നെ എന്നും ഉണ്ടാക്കുന്ന ചിക്കൻ കറി പോലെയല്ല, ഇന്ന് അമ്മ സ്പെഷ്യലായിട്ട് വെറൈറ്റി ആയിട്ട് അമ്മ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കി തന്നത്. കോഴി ഇങ്ങനെ പെരക്കി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് വേവിച്ചെടുക്കുക. അങ്ങനെ അമ്മ എല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇപ്പം അമ്മ കല്ലുപ്പ് പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കല്ലുപ്പ് എന്തുകൊണ്ടാണ് പൊടിക്കണം വെച്ചാല് നമുക്ക് ചായയോടൊക്കെ ഉള്ളപ്പോൾ പൊടിയുപ്പ് ഉപയോഗിച്ചിടണം. അതുകൊണ്ടാണ് കല്ലുപ്പ് പൊടിക്കുന്നത് കേട്ടോ. പൊടിയുപ്പ് അങ്ങനെ ഞങ്ങൾ ഉപയോഗിക്കലില്ല, ഇടയ്ക്കെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ കല്ലുപ്പാണ്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ചിക്കൻ്റെ മുകളിലോട്ടായിട്ട് നേരത്തെ വയറ്റി വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം അമ്മ ഇതിനൊന്നും കൂടി വേവിക്കാൻ വെക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കനിലോട്ടുള്ള മസാല റെഡിയാക്കുകയാണ്. ഇത് സ്പെഷ്യൽ മസാലയാണ് കേട്ടോ. എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ മസാല പൊടികളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക്, അതുപോലെ തന്നെ കറുവപ്പട്ട, പെരുംജീരകം, ഇതൊക്കെ അമ്മ നേരത്തെ വറുത്തെടുത്ത് പൊടിച്ചായിരുന്നു. അതും കൂടി അത്യാവശ്യം നല്ലോണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും വളരെ കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഓൾറെഡി അമ്മ നേരത്തെ ചിക്കൻ വേവിക്കുമ്പോൾ അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ലാസ്റ്റായിട്ട് 2 സ്പൂണ് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ മസാലപ്പൊടികളെല്ലാം 5 മിനിറ്റോളം അമ്മ ചെറിയ ചൂടിൽ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ തക്കാളി ജ്യൂസ് അടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ പാകാണോ നോക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് അമ്മ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് ചതച്ചതും ചേർക്കുന്നുണ്ട്. ഇനി എരിവ് വേണ്ടെന്നാണെങ്കിൽ പച്ചമുളക് കട്ട് ചെയ്താൽ മതി. അമ്മ ഇവിടെ എരിവ് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് പച്ചമുളക് ചതച്ചത് ചേർത്തത് കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് അമ്മ ഇത്തിരി തൈരും കൂടി ഒഴിച്ചായിരുന്നു. പക്ഷെ തൈര് ഒഴിക്കുന്നതിൻ്റെ വീഡിയോ എന്നോട് എടുക്കാൻ മറന്നുപോയി, സോറി ഗൈസ്. പിന്നെ നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ ചിക്കനൊക്കെ വേവിച്ചത് ഈ മസാലയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചിക്കൻ തിളച്ചുകൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇത്തിരി മല്ലിയിലയും അതുപോലെ തന്നെ പൊതിയില ഇലയും കൂടി കട്ട് ചെയ്തിട്ട് ഇത്തിരി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മ റൈസിൻ്റെ പരിപാടിയും കൂടി നോക്കുന്നുണ്ട്. പക്ഷേ റൈസ് ഞാൻ ഫുള്ളായിട്ടൊന്നും എടുത്തില്ല. കാരണം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ കറിയായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഫോക്കസ് മൊത്തം ചിക്കൻ കറിയിലേക്കായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല ചൂടുള്ള നെയ്ച്ചോറും നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറിയായിരുന്നു ഇന്നത്തെ ഈദ് സ്പെഷ്യൽ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഈദ് അങ്ങനെ ഗംഭീരമായിട്ട് ഫുഡൊക്കെ കഴിച്ച് ആഘോഷിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ.